എം ഡിയുടെ സാംസ്കാരിക ലോകം ഒരു തുറന്ന പുസ്തകം പോലെയായിരുന്നു. ഒരുപാട് വേദികളിലും എം ഡിയെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അദ്ദേഹവുമായി ചിരപരിചിതമായ ഒരുപാട് കാലം പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം ചേരുകയാണ് സൂര്യ കൃഷ്ണമൂർത്തി. ശ്രീ എൻ കൃഷ്ണമൂർത്തി, താങ്കൾക്ക് എം ഡിയെക്കുറിച്ച് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? എം ഡി മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ താങ്കൾ ആദ്യം ഓർമ്മിച്ചെടുത്തത് എന്താണ്? എം ടി മരിച്ചു എന്ന റിപ്പോർട്ട് വരുമ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് എം ടിക്ക് മരണമില്ല എന്നുള്ളതാണ്. ടാഗോറിനെ പോലെ ഇപ്പോൾ മഹാത്മാഗാന്ധിയെ വെടിവെക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് എന്നതുപോലെ എം ടിയുടെ ഒരു അംശം മലയാളിയായിട്ടുള്ള ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവും. ആ അംശത്തിലൂടെ അദ്ദേഹം ജീവിക്കും, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു മരണമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടത് 47 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് മുതലുള്ള ഒരു വ്യക്തി ബന്ധമാണ് അദ്ദേഹമായിട്ട് ഉണ്ടായിരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത തമസോമ ജ്യോതിർഗമയ എന്ന ഒരു പരിപാടി, ഒരു സ്റ്റേജ് ഷോ, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്ന് വേണമെങ്കിൽ പറയാം, 300 പേർ പങ്കെടുക്കുന്ന ഒരു പരിപാടി. അതിൽ അമ്പലങ്ങളിൽ ജീവിച്ച് മരിക്കുന്ന ആൾക്കാരെ കുറിച്ചുള്ളതാണത്. അവിടുത്തെ കലാകാരന്മാരും പൂജാരിമാരും അവർ ജനിക്കുന്നതും മരിക്കുന്നതും ഒന്നും പുറം ലോകം അറിയുന്നില്ല. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി വിറച്ച് അദ്ദേഹത്തിന് എഴുതി. എൻ്റെ 26ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ഞാൻ എഴുതി, ഇങ്ങനെ ഒരെണ്ണം എഴുതി തിരുത്തി തരാമോ എന്ന് ചോദിച്ചിട്ട്. അതിന് മറുപടി വരുമെന്ന് കൂടി ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ മറുപടി വന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് ഞാൻ എഴുതേണ്ട സ്ക്രിപ്റ്റ് ആയിരുന്നു എന്നാണ്. അന്ന് തുടങ്ങിയ ഒരു ബന്ധമാണ്. അന്ന് ഞാൻ അദ്ദേഹത്തോട് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ളത് താങ്കളെ ഒരിക്കൽ പോലും നേരിട്ട് കാണരുത്. കാരണം എനിക്ക് അത്ര ആരാധനയുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് അടുത്ത് കാണണമെന്നില്ല, കാണരുത് എന്നതാണ് എൻ്റെ ആഗ്രഹം. എപ്പോഴും നക്ഷത്രങ്ങളെയൊക്കെ ദൂരെ നിന്ന് കാണുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷേ പലപ്പോഴും കണ്ടു, പല കമ്മിറ്റികളിലും കൂടെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ബന്ധം തുടരുന്നുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ 4 പേരാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. ഒന്ന്, ലാളിത്യത്തിൻ്റെ സൗന്ദര്യം എനിക്ക് മനസ്സിലാക്കി തന്ന എൻ്റെ അച്ഛൻ. 2, തമിഴനായ എന്നെ മലയാളിയായി വളർത്തിയ സുഗതകുമാരി എന്ന വളർത്തമ്മ. 3, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മനുഷ്യൻ, MT വാസുദേവൻ നായർ എന്ന എഴുത്തുകാരൻ. ഈ 2 പേരുടെ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും MTയുടെയും കൃതികൾ മാത്രമാണ് ഞാൻ പൂർണ്ണമായി വായിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒരു 2 പേര് എഴുതാൻ കഴിയുമെങ്കിൽ അങ്ങനെ എഴുതുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് അവിടെ വരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ നിന്നും തിരക്കഥകളിൽ നിന്നും പഠിച്ച വലിയ ഒരു പാഠമുണ്ട്. ദാറ്റ് ഈസ് ദി മീനിങ് ഫുൾ സൈലൻസിൻ്റെ പ്രാധാന്യമാണ്. അദ്ദേഹം ഒരു സംഭാഷണം, ഒരു വാക്കിൻ്റെ ഇടയിൽ, 2 വാക്കുകളുടെ ഇടയിൽ അല്ലെങ്കിൽ 2 സംഭാഷണങ്ങളുടെ ഇടയിൽ കൊടുക്കുന്ന ഒരു സൈലൻസ്, ആ സൈലൻസ് വളരെ മീനിങ് ഫുൾ സൈലൻസാണ്. ഫോർ എക്സാമ്പിൾ, ഓളവും തീരവും എന്ന ആദ്യത്തെ സിനിമയിൽ, അന്ന് പണ്ട് മധുവും ഉഷാനന്ദിനി അഭിനയിച്ച ആ ഒരു സിനിമയിൽ ബാപ്പുട്ടി പറയുന്നു, ഞാൻ ഇനി വീട്ടിൽ നിന്നാൽ ബാപ്പ എന്നെ കൊല്ലും. എന്നിട്ട് കുറച്ച് ദൂരം നടന്നിട്ട് തിരിഞ്ഞു നിന്ന് ബാപ്പുട്ടി പറയുന്നു, ഇല്ലെങ്കിൽ ഞാൻ ബാപ്പയെ കൊല്ലും എന്ന്. അപ്പോൾ ഇതിനിടയിലുള്ള ആ ഗ്യാപ്പ്, ആ സൈലൻസ്, അത് വളരെ മീനിങ് ഫുള്ളാണ്. ഞാൻ ഒരു മടിയും കൂടാതെ പറയട്ടെ, എൻ്റെ നാടകങ്ങളിൽ ഞാനത് അതുപടി കോപ്പി ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഈയിടെ എൻ്റെ കഥാപാത്രങ്ങളെയും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെയും കൂട്ടിയിണക്കി തുടർച്ച എന്നൊരു പരിപാടി തിരുവനന്തപുരത്ത് വെച്ചു. 2 മാസം മുമ്പ്, സെപ്റ്റംബർ 1 മുതൽ 7 വരെ അദ്ദേഹത്തിൻ്റെ ഒരു 90ാമത്തെ വയസ്സിലെ ഗുരുദക്ഷിണയായി അവതരിപ്പിച്ചിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ കഥാപാത്രങ്ങൾ വരുന്നു. അതിനിടയിൽ എൻ്റെ കഥാപാത്രങ്ങൾ വന്ന് സമാനമായ ദുഃഖം പങ്കുവയ്ക്കുന്നത് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊടുക്കണമായിരുന്നു എനിക്ക്. ആ സ്ക്രിപ്റ്റ് കൊടുക്കാൻ നേരത്തെ അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിൻ്റെ തിരുത്തോടു കൂടിയാണ്, എങ്കിൽ മാത്രമേ ഞാൻ അവതരിപ്പിക്കുകയുള്ളായിരുന്നു. അങ്ങനെ സ്ക്രിപ്റ്റ് വായിക്കാൻ പറ്റിയ ഒരു ആരോഗ്യസ്ഥിതിയിൽ ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകളാണ് അത് വായിച്ചു കൊടുത്ത് കുറേ തിരുത്തലുകൾ വരുത്തി. എന്നിട്ട് 2 സംശയങ്ങൾ അദ്ദേഹം എന്നോട് ചോദിച്ചു നേരിട്ടല്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ സുധീർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അതുവഴിയാണ് എന്നോട് ചോദിച്ചത്. അദ്ദേഹം ചോദിച്ചത്, ഇതിലെ അച്ഛൻ എന്ന കഥാപാത്രത്തിന് അല്പം കാണികളിൽ ഒരു ക്രൂരതയുടെ ലക്ഷണം ഉണ്ടാകുമോ എന്നൊരു സംശയം ചോദിച്ചു. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് അദ്ദേഹം ചോദിച്ചത്,
ഇതിലൊരു ലീല എന്ന കഥാപാത്രമുണ്ട്. അതായത് അച്ഛൻ സിലോണിൽ പോയി വേറെ കല്യാണം കഴിച്ച് അതിലുണ്ടാകുന്ന ഒരു കുട്ടിയെ കൊണ്ട് തറവാടിൽ വരുന്ന കഥകളുണ്ട്. എന്നിട്ട് വളരെ നാളുകൾക്ക് ശേഷം അച്ഛൻ മരിച്ചതിന് ശേഷം MT അവിടെ പോകുന്നു ഈ കുട്ടിയെ കാണാൻ. അപ്പോൾ ഒരു നല്ല ഒരു രീതിയിലല്ല ആ കുട്ടിയെ അവിടെ കണ്ടത്. അതിൽ അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തത് അവിടെ യുദ്ധം നടക്കുമ്പോൾ യുദ്ധത്തിൻ്റെ കെടുതിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിലോട്ട് വരികയും പിന്നെ ഈ തറവാട്ടിലോട്ട് ഈ പെൺകുട്ടി ലീല വരികയുമാണ്. എന്നിട്ട് ഈ ചേട്ടനോട് ചോദിക്കുന്നു, ഈ യുദ്ധം കഴിയണവരെ ഞാൻ ഇവിടെ ഒന്ന് താമസിച്ചോട്ടെ എന്ന്. അപ്പോൾ ചേട്ടൻ പറയുന്നു, ഇത് നിൻ്റെയും കൂടെ തറവാടാണ്, നിനക്ക് ഉള്ളിലേക്ക് കയറണം, നിൻ്റെ തറവാടാണ് എന്ന് പറഞ്ഞ് താക്കോൽ കൂട്ടം കൊടുക്കുകയും അവൾ അകത്തേക്ക് കയറുമ്പോൾ ലീല അകത്തേക്ക് കയറുമ്പോൾ എൻ്റെ നാടകം അവസാനിക്കുകയും ആണ് ചെയ്യുന്നത്. അത് അങ്ങനെ ഒരു ചിന്ത എനിക്ക് എങ്ങനെ ഉണ്ടായി എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു. പക്ഷേ ഇത് രണ്ടിനും ഉത്തരം നൽകാൻ എനിക്ക് ആയില്ല. അതിനു മുമ്പേ അദ്ദേഹം ഇവിടെ വാങ്ങി. അതുപോലെ തന്നെ ഈ പറയാൻ ബാക്കി വെച്ചിട്ടുള്ള നമ്മൾ സുഹറയും മജീദും ബാല്യകാല സഭയിൽ പറയാൻ ബാക്കി വെച്ചതുപോലെ അദ്ദേഹത്തിന് 1995 അദ്ദേഹം ജ്ഞാനപീഠ അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോൾ അത് തിരുവനന്തപുരത്തായിരുന്നു. സുഗതകുമാരിയുടെ നേതൃത്വത്തിൽ ഇവിടെ വെച്ചായിരുന്നു ആ സമ്മാനദാനം ആ ചടങ്ങുകളെല്ലാം സംഘടിപ്പിച്ചിരുന്നത്. അപ്പോൾ അവർ സെനറ്റ് ഹാളിലേക്ക് കൊണ്ടുപോകുന്നപ്പോൾ വഴിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, എനിക്ക് സൂര്യകൃഷ്ണമൂർത്തിയെ കാണണം. ഞാനന്ന് ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിൽ കഴിയുന്ന കാലമായിരുന്നു, എനിക്കൊന്ന് കാണണം, എന്നിട്ട് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ വളരെയധികം നിർബന്ധിച്ചെങ്കിലും സമയമായി എന്നൊക്കെ പറഞ്ഞെങ്കിലും 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് എന്നെ കുറേ നേരം നോക്കി, എന്നിട്ടൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇവർ ധൃതി വെച്ചപ്പോൾ പോയി. പക്ഷെ പെട്ടെന്ന് തിരികെ വന്ന് എൻ്റെ കൈ പിടിച്ച് നെഞ്ചിൽ വെച്ച് എന്തോ പറയാൻ ഭാവിച്ചു. എന്താണ് പറയേണ്ടതെന്നറിയില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. പിന്നീട് ഞാൻ ചോദിച്ചിട്ടില്ല എന്താണ് പറയാൻ വന്നത് എന്ന്. അങ്ങനെ പറയാൻ ബാക്കി വെച്ചിട്ട് അദ്ദേഹം പോയി. മറ്റൊരു രസകരമായ ഒരു കാര്യം, ഇതിനിടയിൽ രസകരമായ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഞാനും MTയും ONVയും കൂടി ഉജ്ജയിനി സിനിമയാക്കാനായിട്ട് ഗുഡ് നൈറ്റ് മോഹനായിരുന്നു. ഗുഡ് നൈറ്റ് മോഹന് വരാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ അടുത്തൊന്ന് പോയി ഇവരുടെ അടുത്ത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. ഞങ്ങൾ 3 പേരും കൂടി ഉജ്ജയിനിയിൽ പോവുകയും അവിടെ ഒരുപാട് നഗ്ന സന്യാസിമാരുണ്ട്. ഈ നഗ്ന സന്യാസിമാരെ പറ്റി MT എനിക്കൊരു ക്ലാസ് എടുത്തു. അതായത് ആദ്യം വീട് ഉപേക്ഷിക്കും, പിന്നെ നാട്, പിന്നെ അങ്ങനെ സംസ്ഥാനം, അങ്ങനെ ഓരോന്നായിട്ട് ഉപേക്ഷിച്ച് ഏറ്റവും ഒടുവിൽ നഗ്ന സന്യാസികൾ ഉപേക്ഷിക്കുന്നത് വസ്ത്രമാണ്. അതോടെ അവർ പാരമ്യത്തിലെത്തുകയും അവർ മോക്ഷത്തിൽ ലയിക്കാനുള്ള പുറപ്പാടിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് മനസ്സിലാക്കി ഈ നഗ്ന സന്യാസിമാരുടെ മഹത്വം മനസ്സിലാക്കി അങ്ങനെ ഭയഭക്തിയോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരെയും കണ്ട് തൊഴുതു പോയത്. അപ്പോൾ MTക്ക് ഒരിടത്ത് എത്തുന്നപ്പോൾ ഒരു ആലിൻ്റെ ചുവട്ടിലൊരു നഗ്ന സന്യാസി ഇരിക്കുന്നു. അപ്പോൾ MT ചോദിച്ചു, എനിക്കൊരു ഫോട്ടോ എടുത്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ അദ്ദേഹം ദേഷ്യപ്പെടുമോ എന്നറിയില്ല, എല്ലാം ത്യജിച്ച് ഒരാളിനെ അടുത്ത് ചെന്നൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എടുത്തോളാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്തു. പിന്നെ അദ്ദേഹത്തിനൊരു മടി, ഒരു ദക്ഷിണ കൊടുക്കണം, ഒരു 25 രൂപ എങ്കിലും ദക്ഷിണ കൊടുക്കണം, കാൽക്കൽ വെച്ച് നമസ്കരിക്കണം. അപ്പോൾ MT കാൽക്കൽ 25 രൂപ വെച്ച് നമസ്കരിച്ചു. നമസ്കരിച്ച ഉടനെ തന്നെ ആ നഗ്ന സന്യാസി MTയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു, 50 രൂപ തോന്നുന്നു, 50 രൂപ തരാൻ പറഞ്ഞു. അപ്പോൾ ആ MTയുടെ ഒരു ചിരി ഉണ്ടായിരുന്നു. ഈ ഒരിക്കലും കാണാൻ വയ്യാത്ത ഒരു ചിരി അദ്ദേഹത്തിൽ നിന്ന് അപ്പം കാണാൻ പറ്റി. കുറേ നേരം അദ്ദേഹം ചിരിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ ഓർമ്മയിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഒരു കല്യാണ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞാനും ഉണ്ടായിരുന്നു കൂടെ, ഞാനും പുറയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ കൈ കഴുകാൻ പോയപ്പോൾ ഞാൻ തോർത്തെടുത്ത് കൊടുത്തു, കൈയൊക്കെ തുടച്ച് തോർത്തെൻ്റെ കയ്യിൽ തന്നു കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരാൾ വന്ന് ചോദിച്ചു, MT ഈ കല്യാണ വീട്ടിൽ വന്നാലെങ്കിലും ഒന്ന് ചിരിച്ചൂടെ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ ദേഷ്യം മുഴുവൻ എന്നോടായിരിക്കും കാണിക്കുന്നത് എന്ന് കരുതി ഇങ്ങനെ കുറേ ദൂരം ഒന്നും മിണ്ടാതെ പോയി. എന്നിട്ട് തിരികെ എൻ്റെ അടുത്ത് ചോദിച്ചു, ചുമ്മാതങ്ങ് ചിരിക്കാൻ പറ്റുമോ? ഒരു കാരണമില്ലാതെ ചിരിക്കുന്ന ഒരു ഭ്രാന്തന്മാരല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങ് പോവുകയും ചെയ്തു. ഇതുപോലുള്ള താങ്ക് യു സൂര്യകൃഷ്ണമൂർത്തി. താങ്കളുടെ ഓർമ്മകൾ തീർച്ചയായിട്ടും വളരെ വിലപ്പെട്ടതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. താങ്ക് യു ഈ അവസരത്തിൽ നമുക്കൊപ്പം ചേർന്നതിന്.